അതായത് ഞങ്ങൾക്ക് ഇവിടെ നിങ്ങൾ LDF വേണം UDF വേണം. അതായത് ഇവിടെ വേണ്ടതായിട്ട് ഞങ്ങൾക്കുള്ളത് STPI പോലത്തെ, അതേപോലെ ഇവിടെ BJP പോലത്തെ ഞങ്ങൾക്ക് അങ്ങനത്തെ വർഗീയവാദികളായിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള ഇവിടെ. അതായത് ഞങ്ങൾ പറയാനുള്ളത്, കഴിഞ്ഞതില് ഇവിടെ തൃശ്ശൂരില് പ്രധാനമന്ത്രി വന്നപ്പോ പറഞ്ഞു ഇവിടെ സ്ത്രീകളാണ് മൂപ്പര ശക്തി. മൂപ്പര ശക്തി എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം, റെസ്ലിംഗ് ചാമ്പ്യന്മാരായ ബജ്രംഗ് പുനിയ, അതേപോലെ നമ്മളെ വിനീഷ് ഫോഗട്ട്, അതേപോലെ സാക്ഷി മാലിക്, ഇവര് 3 പേരും മൈനർ ആയിട്ടുള്ള 17 വയസ്സായിട്ടുള്ള ഒരു റെസ്ലിംഗ് ചാമ്പ്യൻ ആയിട്ടുള്ള ഒരാൾ പോലും ഇന്ന് ഇവിടെ നടന്ന അവർക്കെതിരെ പീഡനം നടന്നിട്ട് ആ കേസ് ബ്രിഭൂഷൺ സിംഗിനെതിരെ കൊടുത്തപ്പോ അപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്ത നരേന്ദ്രമോദി BJP സർക്കാരിനാണ്. നാരീശക്തി അതാണോ എന്നതാണ് ചോദ്യം. വനിതാ ചാമ്പ്യന്മാരുടെ കണ്ണീര് വീണ ഇന്ത്യയിൽ നാരീശക്തി വോട്ടാകുമോ എന്നതാണ് ചോദ്യം. BJPക്ക് മറുപടി പറയാം. മറുപടി ചോദ്യത്തിന് ശേഷം പറഞ്ഞോളൂ. ചോദിക്കും. ചോദിച്ചോ. ശ്യാമിനോടാണ് ചോദിക്കാൻ. ഇപ്പോൾ യുവാക്കളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം യുവാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് കേരളത്തിൽ ലൈസൻസിന്റെ പ്രശ്നം. ലൈസൻസിന് 6 മാസം ഒരു ലേണിംഗ് ലൈസൻസിന്റെ കാലാവധി ഉണ്ട്. ആ കാലാവധിക്കുള്ളിൽ ലൈസൻസിന് ഡേറ്റ് കിട്ടുന്നില്ല. അത് കിട്ടാത്തതിന് ശേഷം ഈ ലേണിംഗ് ടെസ്റ്റ് അതിന്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പൈസ പെനാൽറ്റി അടച്ച് ഇത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, തപാലിന്റെ കാശ് പോലും ഇവര് സർക്കാർ വാങ്ങുന്നുണ്ട്. ഇപ്പൊ തപാലിന്റെ കാശിന് ഇപ്പം സർക്കാർ പറയുന്നത് അതത് RTO ഓഫീസിൽ വന്നുകൊണ്ട് അത് കളക്ട് ചെയ്യണം എന്നാ പറയുന്നത്. അല്ലല്ല അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ഈ 45 രൂപ 8 ലക്ഷം ലൈസൻസ് പെൻഡിങ്ങിലുണ്ട്. 7 ലക്ഷം സർക്കാരിന്റെ പിടിപ്പുകേട്. എന്താ സംശയം? ഒരു പറ്റം ആളുകളിന്റെ മലപ്പുറത്തും പല ഭാഗങ്ങളിലും ഈ സമരവുമായി ഈ RTO ഓഫീസിന് മുന്നിൽ നമ്മൾ കണ്ടു. ശരി പറഞ്ഞോ. എന്റെ ചോദ്യം BJPയുടെ പ്രതിനിധിയോടും CPM-ന്റെ പ്രതിനിധിയോടും കൂടെ. EDയും CBIയും കേന്ദ്ര ഗവൺമെന്റ് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് ഉപയോഗപ്പെടുത്തുകയാണ്. കേരളത്തിലെ പിണറായി വിജയൻ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ ഈ സർക്കാരിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ എന്തുകൊണ്ട് EDയും കേന്ദ്ര ഗവൺമെന്റും ധൈര്യപ്പെടുന്നില്ല? അതുപോലെ തന്നെ ഇത് പേടിച്ചിട്ടാണോ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ വേദി പങ്കിടാതിരുന്നത് എന്നുകൂടി പ്രതിനിധിയോടാണ് ചോദ്യം. ഈ തെരഞ്ഞെടുപ്പ് CPM-നെ സംബന്ധിച്ച് നിർണായകമാണ്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ നാഷണൽ പെർമിറ്റ് നഷ്ടപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. കോയമ്പത്തൂർ പോയാൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വേണം, പാലക്കാട് വന്നാൽ രാഹുൽ ഗാന്ധി എതിർപ്പാണ്. ഇത് വയനാട്ടിൽ പോയാലും രാഹുൽ ഗാന്ധി അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്നാ പറയാ. ഇത് മധുരയിൽ പോയാലോ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കാൻ വേണ്ടി ആനിരാജക്കെതിരെ മത്സരിച്ച ആളാണ്. മാത്രമല്ല ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പ്രക്ഷോഭം എപ്പോഴും ഇവര് മലബാറിനാണ് അരുൺ പറഞ്ഞ പോലെ കോഴിക്കോടിനെ തുറക്കാൻ കുറിച്ച് കഴിഞ്ഞ ദിവസം, അടുത്ത ദിവസം മലപ്പുറത്ത് വരുന്നുണ്ട്. ഈ പൗരത്വം ഭേദഗതി ഈ മലബാർ ഏരിയയിൽ ലക്ഷം മാത്രമാണ്. എന്താണ് എനിക്ക് ചോദിക്കാനുള്ള UDFന്റെ പ്രതിനിധിയോടാണ്. ഇവിടെ 2004 ഒഴികെ ബാക്കി എല്ലാ കാലത്തും വലിയ ഭൂരിപക്ഷത്തോടു കൂടി മലപ്പുറം മണ്ഡലത്തിൽ ജയിച്ചു വന്ന പാർട്ടിയാണ് ലീഗ്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ ദീർഘകാലങ്ങളായി മലപ്പുറത്തെ മതന്യൂനപക്ഷങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് ലീഗ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാനുള്ള കാരണം, പുൽപ്പറ്റയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സാദിഖ് അലി തങ്ങൾ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ട് പ്രധാനമന്ത്രി തന്നെ അവിടെ കർമ്മിയായിരിക്കുന്ന സമയത്ത് സാദിഖ് അലി തങ്ങൾ പറഞ്ഞെന്താ, ഈ രാജ്യത്തെ ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹം സാധിച്ചിരിക്കുന്നു എന്നതാണ്. എനിക്ക് ചോദിക്കാനുള്ളത് UDFന്റെ പ്രതിനിധിയോട് തന്നെയാണ്. നമ്മുടെ രാജസ്ഥാനിലെ ഒരു MP സീറ്റ് ഉണ്ടായിരുന്നു. അത് കളഞ്ഞിട്ടെന്ന് മാത്രമല്ല, ആലപ്പുഴയില് ഒറ്റക്ക് നിന്നാൽ ജയിക്കൂല എന്നുള്ള നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് BJPന്റെ വോട്ട് മുഴുവൻ വാങ്ങിക്കുക, എന്നിട്ട് രാജസ്ഥാനിലെ MP സ്ഥാനം തിരിച്ചു കൊടുക്കുക. ആ രീതിയിൽ ബായി എന്നുള്ള ആ രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള